മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെയാണ്: അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും ആത്മീയമായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് ഈ ആദ്യ സമയത്ത് തന്നെ അവൾ നൽകുന്ന തിരുവചനമാണ്: അവൾ എഴുന്നേൽക്കുകയാണ്. അവൾ ഉറങ്ങുകയല്ല, അവൾ കിടക്കുകയല്ല, അവൾ മാറി നിൽക്കുകയല്ല. പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോ. ഇന്ന് ഈ ഒരു ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ അമ്മയോട് പറയേ, പരിശുദ്ധ അമ്മയെ നീ എഴുന്നേറ്റ് അന്ന് അവരെ ശുശ്രൂഷിച്ചതുപോലെ ഞങ്ങളെ ശുശ്രൂഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അമ്മ നൽകുന്ന വലിയ മെസ്സേജ് ഇങ്ങനെയാണ്. അച്ഛൻ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോഴാണ് ഉടനെ തന്നെ ഇങ്ങനെ വചനം എടുത്ത് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ തരുന്ന തിരുവചനങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ മക്കളോട് അച്ഛൻ പറയണം, ഇന്ന് ഈ ഒരു അരമണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ അമ്മ എഴുന്നേറ്റ് വന്ന് അവൾ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ ശുശ്രൂഷിക്കും. എലിസബത്തിനെ ശുശ്രൂഷിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും ശുശ്രൂഷിക്കും. അവളുടെ മേലങ്കിയാൽ നമ്മൾ പൊതിയും എന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ബോധ്യപ്പെടുത്താണ്. നമുക്കൊരു മിനിറ്റ് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ ലഭിക്കേണ്ട മേഖലകളുണ്ടെങ്കിൽ, മറ്റുള്ളവരൊക്കെ ശുശ്രൂഷിച്ച് അതൊന്നും ശരിയാകാതെ പോയ അവസ്ഥകൾ, മറ്റുള്ളവരെ നമ്മളെ ശുശ്രൂഷിച്ചിട്ടും നമ്മൾ അവരെ ശുശ്രൂഷിച്ചിട്ടും ഒക്കെ അതെല്ലാം പരിഭവങ്ങളും പരാതികളും മാത്രമായി പോയ ദുരന്തങ്ങളുടെ നാളുകളുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയമേ, മത്തായിയുടെ സുവിശേഷം 8:16 അഭിഷേകത്താൽ അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്ന തിരുവചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ തളർന്ന അനുഭവങ്ങൾ, ബലഹീനതകൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ദുരിതം നിറഞ്ഞ അനുഭവങ്ങൾ, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ പരിശുദ്ധ മറിയമേ എഴുന്നേൽപ്പിച്ച് അമ്മയെ ഒരു പുതിയ വസ്ത്രം, അമ്മയുടെ നീല മേലങ്കിയുടെ വസ്ത്രം നിന്റെ മകനായ മിശിഹാക്ക് തയ്യൽ കൂടാതെ നെയ്ത മേലങ്കി അവനെ അണിയിച്ചതുപോലെ ഇപ്പോൾ ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അമ്മ എഴുന്നള്ളി വന്ന് അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പുതിയ ഒരു മേലങ്കിയുടെ സംരക്ഷണം, മകനായ മിശിഹാക്ക് തണുപ്പിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചതുപോലെ, ലജ്ജാകരമായ അനുഭവത്തിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ മറിയമേ അമ്മ എഴുന്നള്ളി വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ സമയത്ത് എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാടി പരിശുദ്ധ മറിയമേ നിന്റെ നീല മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപമാല രാജ്ഞിയുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും ആത്മീയമായി ഞങ്ങളെ ഇന്ന് ശുശ്രൂഷിക്കുന്ന അമ്മ, അടുത്തു വരുന്ന അമ്മ എഴുന്നേറ്റ് വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. നിത്യവിശുദ്ധയാം പരിശുദ്ധ മറിയമേ, നിത്യസഹായമാം നിറദീപമേ, നിത്യവിശുദ്ധയാം പരിശുദ്ധ മറിയമേ, നിത്യസഹായമാം നിറദീപമേ, സൂനുവിലേക്കെന്നെ ചേർത്തണച്ചിടുന്ന നന്മ നിറഞ്ഞൊരെൻ അമ്മ നീയേ, നന്മ നിറഞ്ഞൊരെൻ അമ്മ നീയേ. ജപമാല രാജ്ഞിയാമലോത്ഭവേ, കനിവിൻ്റെ കടലായ കരുണാമയി, കരതാരിലെന്നെ നീ കാത്തിടണേ, ആപ്പയാലെന്നെ പൊതിഞ്ഞിടണേ. എല്ലാവരും ആഗ്രഹത്തോടുകൂടെ തുടർന്നുള്ള ഇരടികളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പരിശുദ്ധ മറിയമേ അമ്മയുടെ നീല മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. കണ്ണുനീരോടെ ഞാൻ കൈകൾ കൂപ്പി സ്നേഹ
സ്നേഹമോടമ്മയെ വിളിച്ചിടവേ കണ്ണുനീരോടെ ഞാൻ കൈകൾ കൂപ്പി. സ്നേഹമോടമ്മയെ വിളിച്ചിടവേ ദയവോടെ എന്നെ നീ വഴി നടത്തിയിടണേ. മുറിവേറെയുള്ള ഞാൻ ഏഴയാണേ. ദയവോടെ എന്നെ നീ വഴി നടത്തിയിടണേ. മുറിവേറെയുള്ള ഞാൻ ഏഴയാണേ. ജപമാലരാജ്ഞി നീ കാത്തരുളിയിടണേ. മനമിടറാതെന്നെ പോറ്റിയിടണേ. കൺമണി പോലെ നീ കഴുകിയിടണേ. ജപമാലരാജ്ഞിയാമലോത്ഭവേ കനിവിൻ്റെ കടലായ കരുണാമയി കരതാരിലെന്നെ നീ കാത്തിടണേ. കാപ്പയാലെന്നെ പൊതിഞ്ഞിടണേ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കാപ്പയാൽ നിങ്ങളെ ഞാൻ പൊതിഞ്ഞു പിടിക്കും. നമ്മൾ ഈശോയുടെ ഒരു ചിത്രമൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ആ പീലാത്തോസിന്റെ മുമ്പിൽ നിന്നും അതുപോലെ തന്നെ ഈ പടയാളികളുടെ മുമ്പിലൊക്കെ വളരെ ലജ്ജാകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഈശോയുടെ ഉള്ളിൽ ഒരു വലിയ വേദനയായിട്ട് അത് തോന്നിയിട്ടില്ല. കാരണം പരിശുദ്ധ മറിയം കൊടുത്ത ഒരു മേലങ്കിയുടെ സംരക്ഷണം അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പടയാളികൾ അവൻ്റെ വസ്ത്രം കീറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ മറിയം നെയ്ത വസ്ത്രം, പക്ഷേ അതൊരു ബാഹ്യമായ വസ്ത്രമല്ല. അതൊരു ബാഹ്യമായ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ അലങ്കാരം നിറഞ്ഞ ഒരു വസ്ത്രമോ അല്ല. പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ വസ്ത്രം കൊണ്ട് പരിശുദ്ധ മറിയം ഈശോയെ അലങ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രവൃത്തി എന്താ? പരിശുദ്ധ മറിയം നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ വസ്ത്രം കൊണ്ട് നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം. നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എവിടെയൊക്കെ ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ മറിയം ഇടപെട്ട് അവർക്ക് ഒരു നീല മേലങ്കിയുടെ സംരക്ഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ആ ലൊപ്പാൻഡോ കടലിൻ്റെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ഈ ഒരു മാസമൊക്കെ, ഒക്ടോബർ മാസത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അവർ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയം. എന്ന് പറഞ്ഞാൽ എങ്ങനെ യുദ്ധം ചെയ്തിട്ടും വിജയിക്കാൻ പറ്റാത്ത സമയത്താണ് അന്നത്തെ മാർപ്പാപ്പ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്, ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളത് അങ്ങനെയാണ്. ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിക്കുക. നഗ്നമാക്കപ്പെടുന്ന, തോറ്റുപോകുന്നു പറയുന്ന സന്ദർഭങ്ങളുടെ സമയത്ത് നിങ്ങൾ ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം കിട്ടുമെന്നറിഞ്ഞ് അവര് ആ യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ അവർ ആ സമയത്ത് കാണുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണത്തിൻ്റെ വലയം സ്നേഹമുള്ളവരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ കാണുകയാണ്. അവർ ആ യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വസ്ത്രം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആ പായ്ക്കപ്പലിൻ്റെ മേല് പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ എന്താണ് കിട്ടുക? അമ്മയുടെ മകനെ അണിയിച്ചതുപോലെ പരിശുദ്ധ മറിയം നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ അലങ്കരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിൽ കിട്ടിയ അതേ അഭിഷേകം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, കുഞ്ഞായിരുന്ന സമയത്ത്, ജനിച്ചു വീണ സമയത്ത് പരിശുദ്ധ മറിയമാണ് പിള്ളക്കച്ചയിൽ കിടത്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വസ്ത്രം ഈശോയ്ക്ക് കൊടുത്തത് ആരാ? പരിശുദ്ധ അമ്മയാ. പരിശുദ്ധ അമ്മ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ലജ്ജാകരമായ അനുഭവങ്ങൾ മാറി, അവൻ്റെ ജീവിതത്തിൽ തണുപ്പേറ്റ അനുഭവങ്ങൾ അതെടുത്ത് മാറി, അവനിങ്ങനെ ചൂടുള്ളവനായിട്ട് തീർന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീല മേലങ്കി കൊണ്ട് എന്നെ പുതിയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ ഒരു കൾച്ചറൊക്കെ അനുസരിച്ച് മനുഷ്യരിങ്ങനെ ലജ്ജിതരായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരിങ്ങനെ നമ്മളിങ്ങനെ കീറി മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ വസ്ത്രം ഇങ്ങനെ എടുത്തു മാറ്റുന്ന അനുഭവങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തണുപ്പ് മാത്രം നൽകുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. ഇപ്പം നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഈ ആരാധനയിലും ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെയൊക്കെ കടന്നു പോകുന്ന
ഒത്തിരി മക്കൾ അങ്ങനെയല്ലേ. കഴിഞ്ഞ ദിവസമൊക്കെ അച്ഛനോട് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട്, ഈ ജപമാല രാജ്ഞി എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ കണ്ട് വിളിച്ചവരൊക്കെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്ത് കുറച്ചും കൂടെ സ്നേഹമുണ്ട്. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംരക്ഷണം ലഭിച്ചു എന്ന് കേൾക്കുകയുണ്ടായി. ഇപ്പൊ സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് അത് ഇരട്ടിയാക്കാൻ പോവാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇനി നഗ്നമാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവില്ല, തണുത്തു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവില്ല. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു അച്ഛനാണ്. എനിക്ക് ഈ ഒരു കാണുന്ന അവസ്ഥയൊന്നും തീരെ ഇഷ്ടമില്ലാത്തതാണ്. ഇങ്ങനെ ഈ ഒരു ജീവിതമൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള മടുപ്പിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, കുറേ സൗഹൃദങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്കത് സൗഹൃദങ്ങളൊക്കെ മടുപ്പ് തോന്നുന്ന, ഈവൻ പൗരോഹിത്യ ജീവിതത്തിൽ വരെ മടുപ്പ് അതിങ്ങനെ വല്ലാതെ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സമയങ്ങളിലൊക്കെ സ്നേഹമുള്ളവര് എന്നെ ബലപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഉടനെ കയ്യിൽ ഇങ്ങനെ ജപമാല എടുത്ത് ചൊല്ലുക എന്നുള്ളതാണ്. തണുത്തു പോകുന്ന അനുഭവങ്ങള്, തണുത്തു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ സമയത്ത് സ്നേഹമുള്ളവരെ ഞാൻ എടുക്കുന്ന ഏക ആയുധം എന്ന് പറയുന്നത് ഈ ജപമാല രാജ്ഞിയുടെ അടുത്ത് പോയിരുന്ന്, അമ്മ എനിക്ക് ജീവിതം ഇങ്ങനെ മടുക്കണ്, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല. നമ്മൾ സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ പറയില്ല, ഒന്നിലും സന്തോഷം തോന്നാത്ത ദുർദിനങ്ങള്, അതുപോലെയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എല്ലാം ഇങ്ങനെ തണുത്ത് മരവിച്ച അനുഭവങ്ങളാണ്. ഉള്ളിൽ സ്നേഹമില്ല, കാണുന്നവരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദമില്ല, കാരുണ്യമില്ല, എല്ലാം ഇങ്ങനെ ഒറ്റ നിലയിൽ ഇങ്ങനെ തീർന്നു പോകുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ പറയാറുണ്ട്, എൻ്റെ മോനെ ഈ ജപമാല ചൊല്ല്. ഈ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ ശരീരത്തിൽ ഇങ്ങനെ തീ കയറുന്ന അനുഭവങ്ങൾ ഞാൻ കടന്നു പോകാറുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ ആരാധനയിൽ, ഈ ധ്യാനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരുപക്ഷെ തണുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തണുത്തു പോകുന്ന, ഇത്ര നാളായിട്ട് അച്ഛൻ മടുത്ത് 10-60 വർഷമായി 10-50 വർഷമായി ഇങ്ങനെയൊക്കെ ജീവിച്ചു തുടങ്ങിയിട്ട് എല്ലാം യാന്ത്രികമാണ്. മക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, കുടുംബമുണ്ട്, ഇടവകയുണ്ട്, സമൂഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു തണുത്ത അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവര്, ഇന്ന് നീ ചെയ്ത കാര്യം, ഇന്ന് നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു അച്ഛൻ്റെ സാക്ഷ്യമായിട്ട് നിന്നോട് പറയാം അങ്ങനെ മടുത്തിരിക്കുന്ന സമയത്ത് ആർക്കും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ, അന്ന് കുറേ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പട്ടം കിട്ടിയ സമയങ്ങളിലൊക്കെ മടുപ്പ് തോന്നിയ ഉടനെ പോയി സിനിമയ്ക്ക് പോവും. കാണുന്ന സിനിമകൾക്ക് മുഴുവൻ എങ്ങനെ സിനിമ കണ്ടാലും സ്നേഹമുള്ളവരെ അതൊന്നും എനിക്ക് വീണ്ടും തണുക്കുന്ന അനുഭവങ്ങളല്ലാതെ ഒന്നും തന്നിട്ടില്ല. AC മുറിയിൽ പോയിരുന്ന്, സിനിമാ കോട്ടയിൽ പോയിരുന്ന്, ഏറ്റവും വലിയ സിനിമ, ഏറ്റവും വലിയ കലാകാരന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാണുന്ന സിനിമ കണ്ടിറങ്ങുമ്പോഴും തണുപ്പ് മാത്രം. കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന സമയത്തും ഇത് തണുപ്പല്ലാതെ വേറെ ഒന്നും തോന്നണില്ല. എന്തൊക്കെ ചെയ്യാവോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നു, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, ജീവിക്കാൻ തോന്നണില്ല എന്ന് പറയുന്ന രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞിരുന്ന് ജപമാല ചൊല്ലി കഴിയുമ്പോൾ പതുക്കെ അറിയാതെ ഇങ്ങനെ ഒരു തീ കയറുന്ന അനുഭവമുണ്ട്. തീ കയറുന്ന അനുഭവം, അത് പരിശുദ്ധാത്മാവിന്റെ തീ നിറയുന്ന അനുഭവം സ്നേഹമുള്ളവരെ ഒരേ ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ തരാൻ പറ്റിയിട്ടുള്ളൂ. അത് പരിശുദ്ധ അമ്മയ്ക്കാ. അമ്മയോട് ചേർന്ന് ഈ ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിയുന്ന ദിവസങ്ങളിൽ സ്നേഹമുള്ളവര് ഞാൻ അനുഭവിക്കുന്ന ഒരു ചൂടുണ്ട്. നമ്മൾ ഇനി അടുത്ത സെഷനിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമാണ് പറയാം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലി വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പുണ്യങ്ങള് എന്ന് പറഞ്ഞാൽ അതിനാദ്യം വേണ്ട കാര്യം എങ്ങനെയാണ്? കയ്യിൽ നീ ജപമാല എടുക്കണം. കയ്യിൽ ജപമാല എടുത്തിട്ട്, മാതാവേ ഇതെൻ്റെ ജീവിതത്തിന്റെ തണുത്ത അനുഭവങ്ങളാ, തണുത്തുപോയ അനുഭവങ്ങളാ, ഈ തണുത്തുപോയ അനുഭവങ്ങളിൽ നീ വരണം എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. സ്നേഹമുള്ളവരെ, നിനക്ക് തരാൻ ആർക്കും പറ്റാത്ത സന്തോഷം, നമ്മൾ പറയില്ലേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നത് അത് നീ ജപമാല എടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് പാതിര പിയൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത്, എനിക്ക് സൂര്യൻ ഉദിക്കാത്ത ദിവസത്തെ കുറിച്ചൊക്കെ ഓർക്കാം, പക്ഷെ വിശുദ്ധ കുർബാനയും ജപമാലയില്ലാത്ത ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പാതിരപ്പിയുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ തണുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പാതിരപ്പിയ ചെയ്യുന്നത് ജപമാല എടുക്കും. ജപമാല എടുത്ത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ ശരീരം ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. പിന്നെ ആ ചൂട് പതുക്കെ ഇങ്ങനെ ചോരയാകാൻ തുടങ്ങും. ചൂട് ചോരയാകുന്നത് അതാണ് പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് സ്റ്റിഗ്മാറ്റ കൊടുത്ത്, എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ഉള്ളിലൊക്കെ മുറിവുകള്, കൈയിൻ്റെ ഉള്ളില് കാലിൻ്റെ ഉള്ളിലൊക്കെ മുറിവുകള്. പാതിരപ്പിയെ ബലിയർപ്പിക്കുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ ചൂട്
ചൂട് പിടിച്ച ഈ ശരീരത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ചീറ്റാൻ തുടങ്ങുന്നു. കണ്ടു നിൽക്കുന്നവർ പേടിക്കും. ഇപ്പൊ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈശോയുടെ കുരിശുമരണത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഈ പറയുന്ന പാദ്രി പിയോക്കാണ്. അത് തന്നെയാണ് നമ്മൾ ഫ്രാൻസിസ് അസീസി മരിക്കാൻ കിടക്കാണ്. സൂര്യനിലേക്ക് നോക്കാൻ പറ്റാതെ നിൽക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ, കണ്ണിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ കുപ്പിച്ചില്ല് കയറുന്ന വേദനയിലൂടെ കടന്നു പോവാണ് ഫ്രാൻസിസ് അസീസി. പക്ഷെ ആ സമയത്തും ഫ്രാൻസിസ് അസീസി ഈ പറയുന്ന സൂര്യനെ നോക്കിയിട്ട് കീർത്തനം പാടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. 800-ാം വർഷമാണിത്. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഇങ്ങനെ സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ പാടുന്ന കീർത്തനം. അപ്പൊ ചോദിക്കുന്നുണ്ട്, അടുത്ത് നിൽക്കുന്ന ലിയോയും കൂട്ടരൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പറ്റുന്നേ? എങ്ങനെയാണ് ഈ സൂര്യനെ നോക്കി ഈ ചൂട്ട് പൊള്ളുന്ന സമയത്ത് കണ്ണിലിങ്ങനെ തീ കയറുന്ന അനുഭവത്ത്? അപ്പൊ ആ സമയത്ത് ഫ്രാൻസിസ് പറയണ കാര്യമുണ്ട്, തീ പൊള്ളുന്ന അനുഭവമുണ്ട്, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന തീ അത് ദൈവസ്നേഹത്തിന്റെ തീ, പരിശുദ്ധ അമ്മ എനിക്ക് കോരിത്തരുന്നതാ. നമുക്കൊന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലുമൊക്കെ തണുത്ത അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധനയിലൂടെ, തുടർന്ന് നമ്മൾ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. കുടുംബത്തിൽ തണുത്തുപോയ അനുഭവങ്ങൾ, വ്യക്തി ജീവിതത്തിൽ തണുത്തുപോയ അനുഭവങ്ങൾ, എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പതിച്ചുപോയ സാഹചര്യങ്ങൾ, ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിന്നോട് പരിശുദ്ധ മറിയം പറയുന്നു, എൻ്റെ കുഞ്ഞെ, നിന്റെ ലജ്ജാകരമായ അനുഭവങ്ങൾ ഞാൻ എടുത്തുമാറ്റി നിനക്ക് ഞാൻ എൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകും. പരിശുദ്ധ മറിയത്തിന്റെ മകനായ മിശിഹായെ അണിയിച്ചതുപോലെ ഒരു വസ്ത്രം ഈ സമയത്ത് നമ്മൾ അണിയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് ലജ്ജാകരമായ അനുഭവങ്ങൾ വിട്ടുമാറട്ടെ. കുറേ അധികം മക്കളുടെ ജീവിതത്തിൽ ലജ്ജാകരമായ അനുഭവങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ വേദനകൾ, അതെല്ലാം പരിശുദ്ധ മറിയം വഴി ഈശോ ഇപ്പോൾ എടുത്തു മാറ്റി പൂർണ്ണമായി അവന്റെ ജീവിതത്തിൽ ലജ്ജ എടുത്തു മാറ്റി ഒരു സംരക്ഷണത്തിന്റെ പുതപ്പ്, ദൈവസ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ പുതപ്പ് അവിടുന്ന് അണിയിക്കുന്നതായി നീ അനുഭവിക്കുക. എല്ലാവരും അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഈ ആരാധനയുടെ സമയത്ത് അവൾ എഴുന്നള്ളി വരുന്ന സമയമാണ്. അനേകം കുടുംബങ്ങളിലേക്ക്, കുടുംബത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക്, ജീവിതത്തിന്റെ തണുത്ത അനുഭവങ്ങളിലേക്ക്, ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട മേഖലകളിലേക്ക് പരിശുദ്ധ മറിയമേ, സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, നീ എഴുന്നള്ളി വന്ന് എന്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എന്റെ സ്നേഹമേ ലംഘിയാൽ എന്നെ പൊതിയണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കേ. ജീവിതത്തിൽ ഇങ്ങനെ തണുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഒരു കുഞ്ഞിനെ പോലെ തണുത്ത് വിറച്ചു കിടക്കുന്ന അനുഭവങ്ങൾ, ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, അവരെല്ലാവരെയും ഇപ്പോൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കൊടുക്കുക. അമ്മ ഇത് അനേക മക്കളെ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനേക മക്കളെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധ മറിയം കടന്നു വരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ, അമ്മേ നിന്റെ സ്നേഹമേലെങ്കിൽ എന്നെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ മകന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ചോ ഈ സമയത്ത്. ഒന്ന്, അവളുടെ മകന്റെ തിരുരക്തം കൊണ്ട്, ഈശോയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ചൂട് പിടിക്കുന്ന ഒരു അനുഭവം, ദൈവസ്നേഹത്തിന്റെ ഒരു ചൂട് ഇപ്പോൾ അത് നിറയുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിച്ചു. എല്ലാ ദൈവമക്കളുടെ മേലും ഇതൊരു ദൈവാനുഭവമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2, അവളുടെ ഒരു സംരക്ഷണത്തിന്റെ പുതപ്പ്, അവളുടെ സംരക്ഷണത്തിന്റെ ഒരു പുതപ്പ് പരിശുദ്ധ മറിയമേ, നിന്റെ സ്നേഹമേലെങ്കിയാൽ എന്നെ പൊതിയണമേ, നിന്റെ മകന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നിന്റെ സ്നേഹമേലെങ്കിയാ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ മകന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ എന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഒന്ന് പാടി കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് പാട്. തുടർന്ന് നമ്മൾ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ രക്തത്തിന്റെ അഭിഷേകത്താൽ ഒരു പുതിയ ഒരു അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു തണുപ്പ് മാറുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ആരൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, ആരൊക്കെ ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നു, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മ ശുശ്രൂഷിക്കുന്നു. മത്തായി 8:16 ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മത്തായി 8:16 അഭിഷേകത്താൽ പരിശുദ്ധ മറിയമേ, അമ്മ വന്ന് എന്നെ ശുശ്രൂഷിക്കണമേ, എൻ്റെ ശരീരത്തിൽ പൂതപ്പിക്കുന്ന ഒരു അനുഭവം നൽകണമേ, എൻ്റെ ജീവിതത്തിൽ കഴുകുന്ന അമ്മയുടെ മകന്റെ തിരുരക്തം കൊണ്ട് കഴുകുന്ന ഒരു അനുഭവം എനിക്കിപ്പോൾ തന്നെ നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മേ എന്നെ
പുതപ്പിക്കണേ നിൻ മകന്റെ രക്തക്കുളത്തിൽ. അമ്മേ എന്നെ കുളിപ്പിക്കണേ എന്നാഗ്രഹിച്ച് പാടി. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ നിൻ സുതന്റെ രക്തക്കുളത്തിൽ. അമ്മേ എന്നെ കുളിപ്പിക്കണേ കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. ക്രൂശിന്മാറിൽ ഞാൻ മയങ്ങട്ടെ ക്രൂശിന്മാറിൽ ഞാൻ മയങ്ങട്ടെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ. ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തകിടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യേശോയിലേക്ക് നോക്കാം. ഈ സമയത്ത് പിള്ളക്കച്ചയിൽ പൊതിയുന്ന പരിശുദ്ധ മറിയം, കുഞ്ഞുവാവയുടെ തണുപ്പും കുഞ്ഞുവാവയുടെ ലജ്ജയും മാറ്റുന്നതിന് പരിശുദ്ധ മറിയം എടുക്കുന്ന തീരുമാനമാണ് തിരുവചനം. നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ വഴി സ്വർഗം ഈരടികളിൽ കേട്ടതുപോലെ ഒരു പ്രവൃത്തി ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ലജ്ജാകരമായ അനുഭവങ്ങൾ മാറ്റും. സത്രത്തിൽ ഇടം കിട്ടിയില്ലെങ്കിലും, നഗ്നമാക്കപ്പെട്ട നിന്റെ ജീവിതമാണെങ്കിലും, തണുത്ത മരവിച്ച അനുഭവങ്ങളിലൂടെയാണെങ്കിലും, ഈ രാത്രി നിന്റെ തണുത്ത അനുഭവങ്ങൾ പരിശുദ്ധ മറിയം വഴി സ്വർഗം എടുത്തു മാറ്റുകയാണ്. അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തണുത്തുപോയ അനുഭവങ്ങളുണ്ട്. മരവിച്ച ജീവിത സാഹചര്യങ്ങൾ, മരവിച്ചു പോയ അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആരൊക്കെയോ ഈ സമയത്ത് കരഞ്ഞ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിശുദ്ധ മറിയം അവരൊക്കെ പുതപ്പിക്കുകയാണ്. തൻ്റെ മകനായ മിശിഹായ്ക്ക് പിള്ളക്കച്ചയിൽ കൊണ്ട് വസ്ത്രമണിയിച്ച പരിശുദ്ധ മറിയം ഇപ്പോൾ നിന്നെ അണിയിക്കുന്നത് കാണുക. നമ്മിങ്ങനെ പുതിയ വസ്ത്രം കുറെ മക്കൾക്ക് കൊടുക്കാണ്. ഇനി പാപത്തിൽ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നിനക്കേറ്റ മുറിവുകൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കല്ലേ. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധ അമ്മ ഇതാ അവരുടെ കണ്ണൊക്കെ തുടച്ച് അത് പുതുവസ്ത്രം അണിയിച്ച് അവരിങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് കാണുന്നു. അമ്മയുടെ ആ വലിയ മാറിടത്തിൽ
നമുക്കും ഇടം കിട്ടുന്നത് അനുഭവിച്ചേ. ഇന്നർ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുനാളിൽ മുതൽ കേട്ട നെഗറ്റീവ് അനുഭവങ്ങൾ, മാതാപിതാക്കൾക്ക് പോലും വേണ്ടാതായി പോയ അനുഭവങ്ങൾ, പെൺകുഞ്ഞാന്നറിഞ്ഞപ്പോ ആൺകുഞ്ഞാന്നറിഞ്ഞപ്പോ ഞാൻ ആഗ്രഹിച്ച കുഞ്ഞല്ല ഇത്, കറുത്തതാ, അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞ, ഇങ്ങനൊരു കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ കളിയാക്കിയവർ, വളരുംതോറും നമ്മളിങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, വളരുംതോറും നമ്മൾ വലുതാവുകയില്ല, ചെറുതായി പോയ അനുഭവങ്ങൾ, അവരെല്ലാവരെയും പരിശുദ്ധ മറിയ ഈ സമയത്ത് എടുത്തുയർത്തുന്നുണ്ട്. വചനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. 2:14 ആഗ്രഹിച്ചോ? 2:14 കർത്താവേ, ഈ ആരാധനയുടെ ആ സമാപന സമയത്ത് ഈ ദൈവമക്കളുടെ മേൽ താവേ അയോഗ്യനായ എന്നിലും താവേ ശുശ്രൂഷ ഇത്രയും ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുത്ത വൈദികർ, ഇത്തിരി വില കൊടുത്ത് വന്ന അച്ഛന്മാരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന അച്ഛന്മാരെ ഓർക്കണം. ഈ ഗുഡ്നസ് ടിവിയിലുള്ള ഓരോ മക്കളെയും ഓർക്കുന്നു താവേ, അവരിലെല്ലാവരിലേക്കും ഈ വചനം നിറയട്ടെ. ലൂക്ക 1:14 അഭിഷേകം നിറയട്ടെ. ഓ, ദൈവകൃപ ലഭിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവകൃപ നിറയട്ടെ. കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിറയപ്പെടുകയാണ്. ഉള്ളങ്കാൽ വരെ നിറയപ്പെടുന്നു. ഉച്ചി മുതൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ രക്തം, അവളുടെ മകന്റെ രക്തം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The blood of Jesus anointing the power. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞകാല വേദനകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയൊരു വസ്ത്രത്തിന്റെ തെളിച്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ സൃഷ്ടിയായി ദൈവകൃപയാൽ ഒരു വ്യക്തി ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പുതുജനനത്തിന്റെ അനുഭവത്തിലെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. പുതിയ ജനനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ജനനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തീ പിടിച്ച അനുഭവത്തിലേക്ക് നീ വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയമേ, നിന്റെ മകന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. നിന്റെ മകന്റെ വസ്ത്രത്തിന്റെ ഒരു സ്പർശം ഞങ്ങൾക്ക് നൽകേണ്ടത്. കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ നിന്ന് ശക്തി ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെത്രാന്മാർക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, ഗുഡ്നസ് ടിവിയിലുള്ള വൈദികർക്ക് വേണ്ടി, പ്രത്യേകിച്ച് VCL വൈദികർക്ക് വേണ്ടി, മാത്യച്ഛന് വേണ്ടി, തടത്തിലച്ഛന് വേണ്ടി, പനക്കിലച്ഛനൊക്കെ വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. ഗുഡ്നസ് ടിവിയിലെ ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ എല്ലാവരെയും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രിയ മക്കളായി അമ്മ അണിയിച്ച വസ്ത്രം ധരിച്ച് മുന്നേറുന്നവരാകാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.